Hello students, good morning. In this video we will discuss the elements of writing, which is your module number 4 of your common course text, writing for academic and professional success. So we'll begin with the video, and the objective of this module is to understand the different strategies for shaping your writing, learn the art of writing, learn the differential rhetorical modes in writing, and to recognize the advantages of using different rhetorical modes. അതായത് ഈ ഒരു മൊഡ്യൂൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കുന്നുണ്ട്? യു ലേൺ ദി ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഫോർ ഷേപ്പിംഗ് യുവർ റൈറ്റിംഗ്. നിങ്ങളൊരു കാര്യം നിങ്ങൾ എഴുതാൻ വേണ്ടി നിങ്ങൾ തുടങ്ങുമ്പോൾ അതിന് ഏത് മെത്തേഡാണ്, ഏത് സ്ട്രാറ്റജിയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കൊരു വ്യക്തമായ ധാരണ കിട്ടും. ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് റിലേറ്റഡ് ടു റൈറ്റിംഗ് പഠിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ ഏത് സോർട്ട് ഓഫ് റൈറ്റിംഗ് ആണ് ആപ്റ്റ് എന്ന് നിങ്ങൾക്ക് ഇതിലൂടെ തീരുമാനിക്കാൻ പറ്റും. ദെൻ യു ലേൺ ദ ആർട്ട് ഓഫ് റൈറ്റിംഗ്. നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റിംഗ് എത്രത്തോളം ഡെവലപ്പ് ചെയ്യാം നിങ്ങൾക്ക് പഠിക്കാം. ദെൻ യു ലേൺ ദ ഡിഫറെൻറ്റ് റെട്ടറിക്കൽ മോഡ്സ് ഇൻ റൈറ്റിംഗ്. അത് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. റെട്ടറിക് എന്താണെന്നൊക്കെ നമ്മൾ പറയും. ആൻഡ് റെക്കഗ്നൈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ഡിഫറെൻറ്റ് റെട്ടറിക്കൽ മോഡ്സ്. ദാറ്റ് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് മൊഡ്യൂൾ. ആൻഡ് വിൽ ബിഗിൻ വിത്ത് ദ thing. Okay, so what is rhetoric? See, the term rhetoric and rhetorical refers to the ways you can adopt to communicate effectively. നിങ്ങൾക്ക് ഒരാളെടുത്ത് സംവദിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന വേയ്സ്, അതിനൊക്കെ നമുക്ക് എന്ത് പറയാം? അല്ലെങ്കിൽ റെട്ടറിക്കൽ എന്നുള്ള ടേംസ് യൂസ് ചെയ്തിട്ട് പറയാം. സോ ദ വേയ്സ് യു യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ പീപ്പിൾ ഇസ് കോൾഡ് റെട്ടറിക്. ഈ നമുക്ക് സംസാരിക്കാൻ വേണ്ടി മാത്രമല്ല, എഴുതാനും നമ്മൾ റെട്ടറിക്കൽ മോഡ്സ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ റെട്ടറിക്കൽ മോഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഓഡിയൻസിനെ നമ്മൾ കൺവിൻസ് ചെയ്യുക. നിങ്ങൾക്കൊരു കാര്യം നിങ്ങളുടെ ഓഡിയൻസിൻ്റെ അടുത്ത് പറയാനുണ്ട്, അത് നിങ്ങൾ എത്ര ഇഫക്റ്റീവായിട്ട് പറയുന്നുവോ, അതിനുപയോഗിക്കുന്ന നിങ്ങൾ എന്തൊക്കെ മോഡ്സ് നിങ്ങൾ ഉപയോഗിക്കുന്നുവോ അതിനൊക്കെ നമ്മൾ റെട്ടറിക് അല്ലെങ്കിൽ റെട്ടറിക്കൽ എന്നുള്ള ടേംസ് യൂസ് ചെയ്തിട്ട് പറയും. ഓക്കെ, സോ rhetoric is used to make your writing more convincing. കുറച്ചുകൂടി വിശ്വാസം ഉളവാക്കുന്നതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെട്ടറിക് റൈറ്റിങ്ങിൽ യൂസ് ചെയ്യുന്നത്. And in this module you learn the different rhetorical modes in academic writing, which include discussion, persuasion, arguments, comparison and contrast, cause and effect, defining and classifying. 3 methods നിങ്ങൾ പഠിക്കുന്നുണ്ട് ഈ ഒരു മൊഡ്യൂളിൽ. ദീസ് ആർ ദ ഡിഫറെൻറ്റ് റെട്ടറിക്കൽ മോഡ്സ് യൂസ്ഡ് ഇൻ റൈറ്റിംഗ്. ഓക്കെ, നമ്മൾ എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന റെട്ടറിക്കൽ മോഡ്സ് ആണ് ഇതൊക്കെ. ഇതിനൊക്കെ കുറിച്ചിട്ടൊരു ധാരണ നിങ്ങൾക്ക് ഈ മൊഡ്യൂൾ കഴിയുമ്പം ഉണ്ടാകും. ഓക്കെ, സോ നമ്മൾ ഇതൊക്കെ വളരെ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്ത് പോവാണ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. So we'll begin with the narration. A narrative is a rhetorical mode suitable for relating a sequence of events or thoughts. ഒരു സീക്വൻസ് ഓഫ് ഇവൻസിനെയോ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളെയോ അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ തോട്ട്സിനെയോ ഒരു കഥ പോലെ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റെട്ടറിക്കൽ മോഡാണ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മോഡാണ് എന്ത്? നെറേഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം നെറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതെന്താ ചെയ്യുന്നത്? നമ്മളത് വ്യക്തമായിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഒരു കഥ പോലെ നമ്മൾ അതിൻ്റെ കറക്റ്റ് ഓർഡർ വെച്ച് ഞാൻ അവിടെ പോയി, അതിനുശേഷം ഞാൻ ഇങ്ങനെ ചെയ്തു, ശേഷം ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു കഥ പോലെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മോഡ് ഓഫ് റെട്ടറിക്കിനാണ് നെറേഷൻ എന്ന് പറയുന്നത്. വി നെറേറ്റ് സംതിങ് ദെയർ. ഓക്കെ, സോ നെറേറ്റീവ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫിക്ഷണൽ ആൻഡ് നോൺ ഫിക്ഷണൽ. ഫിക്ഷണൽ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഫിക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ നോവൽസ് ഒക്കെ എന്താണ്? ഫിക്ഷൻസ് ആണ്. നോവൽസ്, സ്റ്റോറീസ്, അതൊക്കെ ഫിക്ഷനാണ്. നോൺ ഫിക്ഷണൽ എന്ന് വെച്ചാൽ എന്താണ്? അത് ബേസ്ഡ് ഓൺ ഫാക്ട്സ് ആണ്, അത് സത്യമാണ്, അതിൽ നമ്മളൊന്നും ഫാബ്രിക്കേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, സോ നെറേറ്റീവ് ക്യാൻ ബി ഫിക്ഷണൽ ആൻഡ് നോൺ ഫിക്ഷണൽ. എനി കൈൻഡ് ഓഫ് റൈറ്റിംഗ് ദാറ്റ് ബ്രിങ്സ് ഔട്ട് സ്റ്റോറി, ഫിക്ഷണൽ ഓർ റിയൽ, ക്യാൻ ബി കൺസിഡേർഡ് എ നെറേറ്റീവ്. സോ നമ്മളൊരു കഥ പോലെ പറയുന്ന എന്തിനേയും നമുക്ക് നെറേറ്റീവ് എന്ന് പറയാം. അത് ചിലപ്പം ഫിക്ഷണൽ ആയിക്കോട്ടെ, റിയൽ ആയിക്കോട്ടെ. ചിലപ്പം നമ്മളൊരു കാര്യം നമ്മൾ ഉണ്ടാക്കി പറയായിരിക്കും, പക്ഷെ നമ്മളത് പറയുന്നതിന് ഒരു ഓർഡറും ഒരു കഥയുടെ ഒരു സ്ട്രക്ചറും ഉണ്ടെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് എ നെറേറ്റീവ്. ഇത് നമ്മൾ നടന്നൊരു കാര്യം, ഓക്കെ, വേറെ ഏതോ രാജ്യത്ത് നടന്ന ഒരു റിയൽ ഇൻസിഡൻറ്റ് നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ ഓഡിയൻസിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ഓർഡറൊക്കെ വെച്ചിട്ട് ഒരു പ്രോപ്പർ ഓർഡറിൽ പറയുകയാണ്. ദാറ്റ് ഇസ് ഓൾസോ എ നെറേറ്റീവ്. ഓക്കെ,
Then you have the examples of fictional narrative. Fictional narrative എന്ന് പറയുന്നത് എന്തിനൊക്കെയാണ്? ഷോർട്ട് സ്റ്റോറി, നോവല്ല, നോവൽ, ഫോക്ലോർ, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയാം? ഫിക്ഷണൽ നറേറ്റീവ് എന്ന് പറയാം. ദെൻ നോൺ ഫിക്ഷണൽ നറേറ്റീവ്സ് ഏതൊക്കെയാണ്? ഓട്ടോബയോഗ്രഫി, ന്യൂസ് റിപ്പോർട്ട്, ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട്സ്, ഇതൊക്കെ നോൺ നറേറ്റീവ്സിന് എക്സാമ്പിളാണ്. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. നറേഷൻ. Then we have the characteristics of narrative writing. ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി നറേഷൻ എന്നുള്ള റെട്ടറിക്കൽ മോഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് വേണം, ഇത്രയും സവിശേഷതകൾ അതിൽ കാണാം. ഒന്ന്, പ്ലോട്ട്. വാട്ട് യു മീൻ ബൈ പ്ലോട്ട്? നമ്മൾ ഒരു കഥയുടെ പ്ലോട്ട് അല്ലെങ്കിൽ ഒരു ഫിലിമിൻ്റെ പ്ലോട്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ആ കഥയിലുള്ള കാര്യങ്ങളുടെ ഒരു സീക്വൻഷ്യൽ ഓർഡറിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്ലോട്ട് എന്ന് പറയാം. ഓക്കെ, അപ്പം പ്ലോട്ടും സ്റ്റോറിയും വ്യത്യാസമുണ്ട്. സ്റ്റോറി എന്ന് വെച്ചാൽ എന്താ? നമ്മൾ നടന്നതുപോലെ, അതായത് ഇപ്പോൾ നായകൻ ജനിക്കുന്നു, അയാൾ വളരുന്നു, അയാൾ എന്താണ് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അയാൾ ഇവരെ കാണുന്നു, അങ്ങനെ ആ കാര്യങ്ങൾ. അപ്പോൾ കറക്റ്റ് ഓർഡറിലാണ് നമ്മൾ സ്റ്റോറി പറഞ്ഞു പോകാം. ബട്ട് പ്ലോട്ട് അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ നായകൻ മരിക്കുന്നിടത്തു നിന്നായിരിക്കും കഥ തുടങ്ങുക. ഓക്കെ, അപ്പോൾ പ്ലോട്ട് എന്ന് വെച്ചാൽ എന്താണ്? ആ കഥ പോകുന്നതിൻ്റെ ഓർഡറാണ് പ്ലോട്ട്. അപ്പോൾ കഥയിലുള്ള കാര്യങ്ങളുടെ സീക്വൻഷ്യൽ ഓർഡറാണ് പ്ലോട്ട് എന്ന് പറയുന്നത്. സ്റ്റോറി എന്ന് വെച്ചാൽ കറക്റ്റ് ഓർഡറിലാണ് പോവുക. ഓക്കെ, അപ്പം സീക്വൻഷ്യൽ ഓർഡറിൽ ഒരു കഥ പറയുന്ന ആ ഒരു കാര്യത്തിനാണ് നമ്മൾ പ്ലോട്ട് എന്ന് പറയാം. ഓക്കെ, ദി ഇവൻറ്റ്സ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ നറേറ്റീവ് യൂഷ്വലി ടോൾഡ് ഇൻ സീക്വൻഷ്യൽ ഓർഡർ. റൈറ്റ്, അപ്പോൾ ദാറ്റ് ഇസ് കോൾഡ് പ്ലോട്ട്. ഇനി സെറ്റിംഗ്, ഈ കഥ എവിടെയാണോ നടക്കുന്നത്, ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് സെറ്റിംഗ്. ദ ലൊക്കേഷൻ ആൻഡ് ദ ടൈം ഓഫ് ദ ഇവൻറ്റ്സ് മെൻഷൻഡ് ഇൻ ദ സ്റ്റോറി ഇസ് കോൾഡ് സെറ്റിംഗ്. ക്യാരക്ടേഴ്സ് യു നോ, ആരൊക്കെയാണ് അതിൽ ഉള്ളത്, അതിനെയാണ് ക്യാരക്ടേഴ്സ് എന്ന് പറയുക. കോൺഫ്ലിക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നു, എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുന്നു, അതിൻ്റെ മുകളിൽ അതുവരെ പോയിട്ടുള്ള കഥയുടെ മൊത്തം ഒരു ടേൺ, ഓക്കെ, ഒരു ട്വിസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ല, അതാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ റെസൊല്യൂഷൻ, അതായത് ആ പ്രോബ്ലംസ് ഒക്കെ ശരിയാക്കി വീണ്ടും പൂർവാവസ്ഥയിലോട്ട് വരുന്ന ആ ഒരു സ്റ്റേറ്റിനാണ് നമ്മൾ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. ദെൻ പോയിന്റ് ഓഫ് വ്യൂ, ആരുടെ കണ്ണിലൂടെയാണ് കഥ പറയപ്പെടുന്നത്? ചിലപ്പോൾ നായകൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലായിരിക്കും, അല്ലെങ്കിൽ നായകൻ്റെ ഫ്രണ്ട് അവൻ്റെ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് പോലെ ആയിരിക്കും. അപ്പോൾ ആരുടെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് കഥ പറയുന്നത്? ദാറ്റ് ഇസ് കോൾഡ് പോയിന്റ് ഓഫ് വ്യൂ. അത് ഫസ്റ്റ് പേഴ്സൺ ആയിരിക്കാം, ഞാൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, ദെൻ നെറേറ്റീവ് എസ്സി. അപ്പോൾ നെറേറ്റീവ് റൈറ്റിംഗ് നമ്മൾ പറഞ്ഞു. ഇനി നറേഷൻ നമ്മളൊരു എസ്സി പോലെയാണ്. നെറേറ്റീവ് എസ്സി ആണ് നമ്മുടെ മോഡ് ഓഫ് റെട്ടറിക്കിങ്ങിൽ. അത് എന്തൊക്കെയായിരിക്കും പറയുന്നത്? സി, ഇറ്റ് ഡീൽസ് വിത്ത് റൈറ്റേഴ്സ് പേഴ്സണൽ എക്സ്പീരിയൻസ്. ദെൻ ഇറ്റ് റിവോൾവ്സ് അറൗണ്ട് എ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു നറേറ്റീവ് ഉള്ളത്. അതായത് ഒരു ബസ്സിലെ യാത്ര, അതിലെനിക്ക് സംഭവിച്ച കാര്യങ്ങൾ, അപ്പോൾ അതൊരു നറേഷൻ. അപ്പോൾ ദാറ്റ് ഇസ് ദ മെയിൻ കണ്ടൻറ്റ് ഓഫ് ദാറ്റ് നറേഷൻ. ഓക്കെ, അപ്പം ആ എന്തെങ്കിലും ഒരു തീസിസ് സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു എസ്സേ പോകുന്നത്. ദെൻ ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചർ ഇസ് നോട്ട് നീഡഡ്. ഓക്കെ, അപ്പം നമ്മൾ ന്യൂസ് റിപ്പോർട്ടൊക്കെ എഴുതുമ്പോൾ നമ്മൾ പറയും ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചറാണ്, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പിന്നെ അതിന് താഴെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അങ്ങനെയാണ് അതിനെയാണ് നമ്മൾ ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. പക്ഷേ ഒരു കഥയിൽ അങ്ങനെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ലെസ് ഇമ്പോർട്ടൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആ ഒരു കഥയുടെ ഒരു ഒഴുക്കിന് നമ്മൾ കഥ പറഞ്ഞു പോകുന്നു. ഓക്കെ, ദെൻ നറേറ്റീവ് നീഡ്സ് ടു സസ്റ്റെയിൻ ദ ഇൻട്രസ്റ്റ്. കുറേ നമ്മളിങ്ങനെ പറഞ്ഞു പോയാൽ നറേറ്റീവ് വിൽ ബി ബോറിങ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഓഡിയൻസിൻ്റെ സസ്പെൻസും ഓഡിയൻസിൻ്റെ ഇൻട്രസ്റ്റും ക്യാപ്ചർ ചെയ്യുന്ന രീതിയിലായിരിക്കണം വി ഷുഡ് നറേറ്റ് ദാറ്റ് തിങ്. റൈറ്റ്, then uses of dialogues, description, conversational expressions can be used to engage the audience. കുറേ ഡയലോഗ്സും കുറച്ച് കോൺവെർസേഷണൽ ആയി കഴിഞ്ഞാൽ നമുക്ക് വായിക്കാനും ഒരു രസമുണ്ടാകും. ബട്ട് ഇങ്ങനെ കഥ പറഞ്ഞു പോകുമ്പം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കും. അപ്പം ഓഡിയൻസിൻ്റെ ഇൻട്രസ്റ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ഡയലോഗ്സ്, ഡിസ്ക്രിപ്ഷൻ എക്സെട്ര. ദെൻ കോൺഫ്ലിക്ട്സ് ആൻഡ് പ്രോബ്ലം ക്യാൻ ബി യൂസ് ടു ക്രിയേറ്റ് സസ്പെൻസ്. ഒരു കാര്യത്തിൽ ടെസ്റ്റ്, ടേൺ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവിടെ സസ്പെൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ എസ്സേയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പം ഇറ്റ് വിൽ ബി മോർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് മോർ അട്രാക്റ്റീവ്. Then you have a lot of examples given in your text. Go refer it and make a clear idea of what a narrative essay is. Okay, then we are moving to the next rhetorical mode, that is description. Description means what? Description involves presenting information in a manner appealing to the senses like sight, sound, smell, taste and touch, and creating an impression in the listener or reader.
ഓക്കെ. അപ്പം നമ്മൾ ഒരു കാര്യം ഡിസ്ക്രൈബ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളൊരു പൂവിനെ ഡിസ്ക്രൈബ് ചെയ്യാണ്. ആ പൂവിൻ്റെ കളറിനെ കുറിച്ചിട്ടും അതിൻ്റെ ആ പെറ്റൽസിൻ്റെ ഭംഗീനെ കുറിച്ചിട്ടും ദെൻ അതിൻ്റെ ഫ്രാഗ്രൻസിനെയൊക്കെ കുറിച്ചിട്ട് നമ്മളിങ്ങനെ വ്യക്തമായിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതെന്താണ്, അത് വായിക്കുന്ന ആ ഒരു റീഡറിന് അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സെൻസസിനെ ഉണർത്തുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ പോവേണ്ടത്. അപ്പം ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് വളരെ അപ്പീലിംഗ് ആയിട്ട്, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന, ഇൻഫർമേഷൻ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യത്തിനാണ്, റെട്ടറിക്കൽ മോഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. റൈറ്റ്. ഡിസ്ക്രിപ്ഷൻ ക്യാൻ ബി ഒബ്ജക്റ്റീവ് ഓർ സബ്ജക്റ്റീവ്. ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഒബ്ജക്റ്റീവ് ആവും, സബ്ജക്റ്റീവ് ആവും. വാട്ട് യു മീൻ ബൈ ഒബ്ജക്റ്റീവ്? ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ദ റൈറ്റർ ബ്രിങ്സ് ഔട്ട് ദ എക്സാക്ട് പിക്ചർ ഓഫ് ദ സബ്ജക്റ്റ് വിത്തൗട്ട് ആഡിങ് ദ പേഴ്സണൽ ഇവാലുവേഷൻ. ഇപ്പം ഞാൻ ഒരു പൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ പൂവിനെ ലോകത്തിലുള്ള എല്ലാവരും എങ്ങനെ നോക്കിക്കാണുന്നു ആ ഒരു ആംഗിളിലൂടെയാണ് ആ ഒരു ഡിസ്ക്രിപ്ഷൻ പോകുന്നത്. ടേക്ക് ദ കേസ് ഓഫ് എ റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അതിനെ ലവ് ആയിട്ടാണ് കണക്ട് ചെയ്യാറ്. ഓക്കെ. ബട്ട് ചിലപ്പം ഞാനാണ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് എനിക്ക് ചിലപ്പോൾ റോസ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലഡാണ് ഓർമ്മ വരുന്നത്. ഓക്കെ. അപ്പം ഞാൻ അതിനെ പറയാണ്, എനിക്ക് ഈ റോസിനെ കാണുമ്പോൾ എനിക്ക് ബ്ലഡാണ് ഓർമ്മ വരുന്നത്, ഇറ്റ് ഈസ് ക്രൂവൽറ്റി, ഇറ്റ് ഈസ് ബ്ലഡ് ഷെഡ്, അങ്ങനത്തെ കുറച്ച് വയലൻസ് ആണ് എനിക്ക് റോസ് കാണുമ്പോൾ ഓർമ്മ വരുന്നതെങ്കിൽ അതെന്താണ്, ദാറ്റ് ഈസ് കോൾഡ് സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ. കാരണം എൻ്റെ ആ ഒരു കാര്യം കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന സബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങളെയാണ് ഞാൻ അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ബട്ട് വേൾഡ് ഓൾ ടുഗദർ, യൂണിവേഴ്സലായിട്ട് അതിനെന്ത് മീനിങ് ആണ് വരുന്നത്? യൂണിവേഴ്സലായിട്ട് നോർമൽ ആൾക്കാർക്ക്, പുറമേയുള്ള എല്ലാവർക്കും ഒരു റോസ് കാണുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത്, ആ ഒരു ആംഗിളിലാണ് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ അത് ഒബ്ജക്റ്റീവാണ്. ഒബ്ജക്റ്റീവ് സംതിങ് വിച്ച് ഈസ് യൂണിവേഴ്സലി ആക്സെപ്റ്റബിൾ. ഓക്കെ. എല്ലാവരും അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു, ആ ഒരു രീതിയിലാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ അത് ഒബ്ജക്റ്റീവാണ്. അതിൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഇൻട്രസ്റ്റുകൾക്കൊന്നും അവിടെ റോളില്ല. ഓക്കെ. ബട്ട് സബ്ജക്റ്റീവ് ആകുമ്പം ദർ ഇസ് എ റോൾ ഓഫ് മൈ ഓൺ, അല്ലെങ്കിൽ ദ ഓതറിൻ്റെ, അല്ലെങ്കിൽ ആ നെറേറ്റ് ചെയ്യുന്ന ആളുടെ, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആളുടെ ഇൻട്രസ്റ്റുകൾക്ക് അവിടെ വാല്യൂ ഉണ്ട്. അയാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയിട്ടാണ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. Then the use of objective or subjective type of description depends on your purpose. ഓക്കെ. നമ്മളിപ്പം എന്തിനെ കുറിച്ചിട്ടാണോ പറയുന്നത് ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിരിക്കും നമ്മൾ ഒബ്ജക്റ്റീവ് പോകണോ അതോ സബ്ജക്റ്റീവ് പോകണോ എന്നുള്ളത്. ഇപ്പോൾ ചില കാര്യങ്ങൾക്ക് നമുക്കൊരു ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും വേണ്ടത്. ചിലപ്പോൾ നമ്മളൊരു യാത്ര പോയി, അപ്പോൾ യാത്ര പോയി നമ്മളവിടെ കണ്ട കാര്യങ്ങൾ നമ്മളാണ് പറയുന്നതെങ്കിൽ അത് നമുക്ക് സബ്ജക്റ്റീവായിട്ട് എഴുതാം. ബട്ട് വേറെ കാര്യങ്ങൾ കുറച്ചുകൂടി നമുക്കൊരു വേറെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മറ്റുള്ളവർക്കൊരു ഉപദേശം പോലെയോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ, ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് എന്ത് വേണം, അത് ഒബ്ജക്റ്റീവ് ആയിരിക്കണം. You will get to know about this objective and subjective when you go through your examples that are there in your text. So go through it and you will get a better idea. Then we are moving on to the features of academic writing. Then as we have already discussed, there are two types of description, subjectivum objectivum, രണ്ട് descriptions ഉണ്ട്. Then features of descriptive writing എന്ന് പറയുന്നത്, ഒരു കാര്യം നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതാൻ തുടങ്ങുമ്പോൾ we should arrange the description in a chronological or spatial order. അതായത് ആ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ. ഓക്കെ. ദെൻ യൂസ് സെൻസറി ഡീറ്റെയിൽസ് ഓഫ് സൈറ്റ്, സൗണ്ട്, സ്മെൽ. അത് നമ്മൾ പറഞ്ഞു, നമ്മുടെ സെൻസസിനെ അട്രാക്റ്റ് ചെയ്യുന്ന, സെൻസസിനെ ഉണർത്തുന്ന രീതിയിലുള്ള ഡിസ്ക്രിപ്ഷൻ ആയിരിക്കണം. എന്നാൽ മാത്രമേ അത് അപ്പീലിംഗ് ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ദെൻ യൂസ് ആക്റ്റീവ് വോയിസ് ടു ക്രിയേറ്റ് എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ. അതായത് ആക്റ്റീവായിട്ട് പറയാം, ഞാൻ അങ്ങനെ ചെയ്തിരുന്നു, അങ്ങനെ പോയിരുന്നു, അങ്ങനെ. ആ പാസീവ് ആവാതെ പ്രസൻറ്റ് ടെൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ആക്റ്റീവ് വോയിസിൽ പറയാം. Then use figurative language only if you are permitted to be subjective. നിങ്ങളൊരു സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ യു ക്യാൻ യൂസ് ഫിഗറേറ്റീവ് ലാംഗ്വേജ്. കുറച്ച് സാഹിത്യമൊക്കെ കൂട്ടി കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആക്കിയിട്ട് നമുക്ക് പറയാം. Okay, there are a lot of examples for descriptive writing in your text. Go through that. Next rhetorical modes that we are going to discuss in this video is illustration. Illustration is a rhetorical mode aimed at explaining something with examples. ഒരു കാര്യം നമ്മൾ ഇല്ലസ്ട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ളൊരു എക്സാമ്പിൾസ് കൊടുത്തിട്ട് പറയുമ്പോൾ അതിന് കുറച്ചുകൂടി ക്ലാരിറ്റി വരും. ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ റോസിനെ കുറിച്ച് പറയുകയാണെന്ന്. അപ്പം ഞാൻ ആ റോസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടി. റൈറ്റ്. അതാണ് ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇല്ലസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, റെട്ടറിക്കൽ മോഡ്സിന് കുറച്ചുകൂടി ക്ലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്
നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് വെച്ചിട്ടാണ് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾസ് വെച്ചിട്ട് ഒരു കാര്യത്തിനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റുന്നു, അവിടെ കുറച്ചുകൂടി ക്ലാരിറ്റി വരുന്നു, നമ്മളുടെ മോഡ് ഓഫ് ഡിസ്ക്രിപ്ഷൻ കുറച്ചുകൂടി എന്താണ് കൺവിൻസിങ് ആവുന്നു. ഓക്കെ, ഇല്ലസ്ട്രേഷൻ ബിങ് മോർ ക്ലാരിറ്റി ടു അവർ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ എന്തൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മുമ്പോട്ട് വെക്കുമ്പോഴും അതിനെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു എക്സാമ്പിൾസ് അവിടെ കൊടുക്കുമ്പോൾ അത് ഓഡിയൻസിന് കുറച്ചുകൂടി കൺവിൻസിങ് ആവുന്നു. അങ്ങനത്തെ റെട്ടറിക്കൽ മോഡ്സിനെയാണ് നമ്മൾ ഇല്ലസ്ട്രേഷൻ എന്ന് പറയാം. ഇല്ലസ്ട്രേഷൻ ക്യാൻ ബി ഓഫ് എനി ടൈപ്പ്. അതായത് നിങ്ങൾക്കൊരു ചാർട്ട് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫ്സ് പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അങ്ങനെ എന്ത് വെച്ചിട്ട് നമ്മളൊരു എക്സാമ്പിൾ കൊടുക്കുമ്പോൾ അവിടെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചുകൂടി സ്ട്രോങ് ആവുന്നു. ഓക്കെ, the exemplification is sometimes used to refer to illustrative writing. അപ്പോൾ എക്സംപ്ലിഫിക്കേഷനും നമ്മൾ എന്ത് പറയും, ഇല്ലസ്ട്രേറ്റീവ് റൈറ്റിങ്ങിനെ റെഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങനെയും പറയാറുണ്ട്. While writing essays using exemplification or illustration, you make statement and give example for each statement. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അവിടെ പറയുമ്പോഴും ആ സ്റ്റേറ്റ്മെൻറ്റിന് നമ്മൾ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് we give examples. ഓക്കെ, അപ്പം എക്സാമ്പിൾസ് യൂസ് ചെയ്തൊരു കാര്യത്തിനെ പറയുന്ന റെട്ടറിക്കൽ മോഡിനെയാണ് നമ്മൾ എന്ത് പറയാം, ഇല്ലസ്ട്രേഷൻ എന്ന് പറയാം. അതിന് പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നുമില്ല. വി ജസ്റ്റ് ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ എ particular way. Okay, so to bring more clarity to your knowledge on illustration, go through the text, refer the examples and study the features of illustration. So this is all about this video. We'll discuss the other rhetorical modes in the next video. Till then, happy learning, stay safe, thank you.